അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോഴും പുരുഷൻ്റെ കണ്ണിൽ അവരുടെ ഒരു ശരീരം മാത്രമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനെയൊക്കെ വരുന്നത്. TPA അത് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് ഉള്ള പ്രതികരണമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, CPM-ൻ്റെ പോലും ആളുകളുടെ ഭാഗത്ത് നിന്ന്. ആ ഒരു പ്രതിഷേധം അവരുടെ അപ്പിൽ ഇപ്പോഴും. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം ഫൈനലൈസ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പാർട്ടികളല്ലാത്തവരെ സംബന്ധിച്ചും ചിഹ്നം ഉറപ്പാക്കാൻ കഴിയുക. RMP സംബന്ധിച്ചോളം നേരത്തെ ഫുട്ബോളിലാണ് KK രമ മത്സരിച്ചുള്ളത്. മാത്രമല്ല ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകും തന്നെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഫുട്ബോൾ ചിഹ്നത്തിലാണ്, ആറത്തിലാണ് ഫുട്ബോൾ ചിഹ്നവുമായി പ്രചരണമായി മുന്നോട്ട് പോയത്. അതേസമയം തന്നെ അത് ലഭിച്ചില്ല, ടെലിവിഷൻ ചിഹ്നമാണ് ലഭിച്ചത്. അതിൽ നിയമപരമായ നടപടിക്ക് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത എന്തായാലും കുറവാണ്. നമ്മോടൊപ്പം KK രമ തന്നെ ഇപ്പോൾ നേരിട്ട് ചേരുന്നുണ്ട്. രമേശി, കഴിഞ്ഞോടെ മത്സരിച്ചതും ഫുട്ബോൾ ചിഹ്നത്തിലാണ്. ഈ ആറത്തിൽ പോസ്റ്ററും ബാനറുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിഹ്നം മാറിയിട്ടുണ്ട് അല്ലേ ടെലിവിഷനിലെ? അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ 2021 ഫുട്ബോളിലാണ് മത്സരിച്ചത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഫുട്ബോളിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് മത്സരിക്കുന്ന ചിഹ്നമാണ്. അപ്പം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അൺറെക്കഗ്നൈസ്ഡ് പാർട്ടിയിലാണ് ഞങ്ങൾ ഉൾപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിഹ്നം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത്. അപ്പം കഴിഞ്ഞ വർഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ഫുട്ബോൾ ചിഹ്നം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് അവർക്ക് ആ ചിഹ്നം അനുവദിച്ചത്. അത്രമാത്രം അത് RMPയുടെ ചിഹ്നം എന്ന നിലയ്ക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇന്ന് വരെ മറ്റൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഇനി അതിൽ നീക്കം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒന്ന് വിവരം അറിയിക്കേണ്ടത് അതൊരു ജനാധിപത്യ അവകാശമാണ്. അതുണ്ടായിട്ടില്ല. അതാണ് ഈ കാര്യത്തിൽ വലിയ പ്രശ്നം. നമുക്കത് ഒട്ടും അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഭാവിയിലേക്ക് എങ്ങാണെന്ന് സംബന്ധിച്ച് ആലോചിക്കും. ഇപ്പം ഏതായാലും തിരഞ്ഞെടുപ്പ് ചിഹ്നം ടെലിവിഷൻ അനുവദിച്ചിട്ടുണ്ട്. ആ ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കാൻ എന്നുള്ളതാണ്. ഇനി ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് കാരണം പോസ്റ്റേഴ്സും എഴുത്തുകളും ഇതൊക്കെ വന്നതുകൊണ്ട് കുറേ പ്രയാസങ്ങൾ മാറ്റിയൊട്ടിക്കണം എന്നുള്ളത്, അല്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. കാരണം 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സഖാവ് TP ചന്ദ്രശേഖരൻ്റെ ചിഹ്നമായിരുന്നു ടെലിവിഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് വൈകാരികമായിട്ടൊരു ബന്ധമുണ്ട്. അത് ആ അർത്ഥത്തിൽ അത് വലിയ സന്തോഷവും അഭിമാനവും തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചിഹ്നം ത്തിന് വലിയ പ്രയാസം, വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ആ ചിഹ്നവുമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളും വടകരയിലുള്ളവർ ടെലിവിഷൻ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. TPയുടെ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടാണല്ലോ RMP മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിഹ്നം വന്നതിൻ്റെ മറ്റൊരു വൈകാരികത കൂടെ ഉണ്ട് ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ 2021 ഒരുപക്ഷെ നിയമസഭയിൽ TPയുടെ ശബ്ദമായിട്ട് തന്നെയാണ് നിന്നത്. TP ആണ് അവിടെ സംസാരിച്ചത്, TP ആണ് സഭയിലുണ്ടായിരുന്നത്. അതിപ്പോഴും അത് തന്നെയാണ്. ഇവിടെയൊക്കെ TP നിറഞ്ഞു നിൽക്കുകയാണ്. അത് TP എന്ന ഫാക്ടർ ഒരു കാലത്തും അവസാനിക്കുന്നില്ല. അപ്പോൾ അത് നമ്മളിപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ TPയെ അത് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് ഉള്ള പ്രതികരണമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, CPM-ൻ്റെ പോലും ആളുകളുടെ ഭാഗത്ത് നിന്ന്. ആ ഒരു പ്രതിഷേധം അവരുടെ അപ്പിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പം അതിനുശേഷം നമുക്കറിയാം നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വരികയാണ്, വിമത ശബ്ദങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പം കുലംകുത്തികൾ ഒരുപാട് ഉണ്ടായി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ്. അപ്പം അത് TP തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിലും വലിയ പ്രസക്തമായിരിക്കുകയാണ്. അത് വളരെ നല്ല ഫാക്ടറായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിലുള്ളൂ. എങ്ങനെ പോകുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം? നല്ല തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ആളുകളെല്ലാം നല്ല സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. ടൈറ്റ് മത്സരമാണ്, നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ അതൊന്നും വലിയ പ്രശ്നമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ കാലാവസ്ഥയുമുണ്ട്. അത് കേരളത്തിലെ ഭരണം മാറാൻ വേണ്ടി നാടൊന്നാകെ ആഗ്രഹിക്കുകയാണ്. 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനം തയ്യാറായതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അത് ഈ മണ്ഡലം മാത്രമല്ല, എല്ലായിടത്തും നമുക്കത് കാണാൻ സാധിക്കും. താഴെത്തട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരാണ്. അവരെ മുഴുവൻ പ്രതികരണവും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഡീൽ ആരോപണമാണ്. CPM-നെതിരെ ആരോപണം ഉയർത്തുന്നു. ഒരു വശത്ത് BJPയും മറ്റു വശത്ത് SDP-യുടെ ധാരണയായി എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ മേഖലയിൽ എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു? അതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളത് വരും ദിവസം നമുക്ക് വ്യക്തമാവുക അതിൻ്റെ ചിത്രത്തിനെ സംബന്ധിച്ച്. കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ അധിക്ഷേപങ്ങൾ കൂടി ചർച്ചയാവുന്നു. പ്രതിഭയ്ക്കെതിരെ വന്നു, പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വലിയ അധിക്ഷേപം വരുന്നു. താങ്കളെ സംബന്ധിച്ചോളം വലിയ തോതിലുള്ള അധിക്ഷേപം നേരിട്ടൊരാളാണ്. അതിനെ എങ്ങനെ കാണുന്നത്, ഈ വനിതകൾക്കെതിരായ രാഷ്ട്രീയ അധിക്ഷേപം? അത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു രാഷ്ട്രീയമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏത് വനിതകളായാലും സ്ത്രീകളായാലും അവരെ ബോഡി ഷേമിങ് നടത്തുക, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന തരത്തിലേക്ക് അവരുടെ ശരീരത്തെ വെച്ച്
അളക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴും 22ാം നൂറ്റാണ്ടിലേക്ക് നാം കടക്കുമ്പോഴും ഈ പ്രാകൃതമായി സംസ്കാരത്തിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഏതായാലും പ്രതിഭ MLA-യുടെ ഉണ്ടായ പരാമർശത്തിനെ വളരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അന്നും ഇന്നും അപലപിക്കുന്നു ഏതാളുകൾക്കും. ഫാത്തിമ തഹ്ലിയയ്ക്ക് നേരെ വലിയ തോതിൽ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പേരാമ്പ്രയിൽ. അപ്പം നമുക്കൊരു ഇത് പിന്നെ ഇപ്പം പ്രതിഭയ്ക്ക് നേരെ വന്ന അതിക്രമത്തിൻ്റെ അല്ലെ പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് അവരെ നടപടിയെടുത്തു എന്നുള്ള ഒരു സന്തോഷം. കാരണം അതൊരു മാതൃകയാണ്. അത്തരം മാതൃകകൾ ഉണ്ടായി വരണം എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സ്ത്രീകൾക്കെതിരെ മോശം അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയം പറയുന്ന സ്ത്രീകൾക്ക് നേരെ അവരെ രാഷ്ട്രീയം പറഞ്ഞതിനെ പ്രതികരിക്കുന്നതിൽ മലയാളി ആണുങ്ങൾ കുറച്ചുകൂടി പഠിക്കണം അല്ലേ? അല്ല, തീർച്ചയായിട്ടും സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോഴും പുരുഷൻ്റെ കണ്ണിൽ അവരുടെ ഒരു ശരീരം മാത്രമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനെയൊക്കെ വരുന്നത്. എന്തുകൊണ്ട് പുരുഷന്മാരെ നമുക്ക് അങ്ങനെ കേൾക്കുന്നില്ല? സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ ഉടനെ ആ ഒരു പരാമർശത്തിലേക്ക് മനുഷ്യരുടെ ചിന്ത മാറുന്നത് രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല അത്. അതല്ലാത്ത ഒരു പൊതുബോധം, ആ ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിലുണ്ടാകുന്ന പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും വളരെ പ്രയാസപ്പെടുത്തുന്നതും. അപ്പം ഒരുപാട് പുരോഗമിച്ചു നമ്മൾ, യുഗത്തിലാണുള്ളത്. പക്ഷേ എന്നിട്ടും ഈ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ തീർച്ചയായിട്ടും അത് അവർ ആ സാഹചര്യത്തിൽ വളർന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അത് മാറ്റേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ മാറ്റണം. അങ്ങനെ മാറ്റി ചിന്തിക്കട്ടെ. അങ്ങനെ തന്നെ മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീയെ ഒരിക്കലും ആ തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതിനോട് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയാലും യോജിക്കല്ല. വടകരത്തോടെ നിലനിർത്തും, ഭരണം മാറുന്ന പ്രതീക്ഷയാണ്. ഭരണം മാറും, ഉറപ്പായിട്ടും കേരളത്തിലെ ഭരണം മാറും, വടകര നിലനിർത്തും. തീർച്ചയായും ചിഹ്നം മാറിയെങ്കിലും അതൊരു പ്രശ്നമാവില്ല. അതുകൊണ്ട് മാത്രമല്ല വടകര നിലനിർത്താൻ കഴിയും. ഈ സംസ്ഥാനത്ത് ഭരണം മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് KK രമ പങ്കുവയ്ക്കുന്നത്.